കണ്ണൂരിൽ വിവിധ ഇടങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെയും പേരാവൂർ സ്വദേശി ഹനീഫിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ കണ്ണൂരിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 3 പുഴയിൽ തുരുത്തിൽ കുടുങ്ങിയ പ്രദേശവാസിയെ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് കരയിലെത്തിച്ചതാണ് തിരുവനന്തപുരം സ്വദേശി രാജേഷ്. എന്നാൽ അദ്ദേഹത്തിന് കരപറ്റാനായില്ല. കയറിലെ പിടുത്തം നഷ്ടപ്പെട്ട് രാജേഷ് ഒഴുക്കിൽപ്പെട്ടു. 3 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുളിങ്ങോം പാലത്തിന് സമീപത്തുള്ള തുരുത്തിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ചെറുപുഴയിലെ റിവർ റാഫ്റ്റിംഗ് പരിശീലകനാണ് രാജേഷ്. മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇരിട്ടി കാഞ്ഞിരപ്പുഴയിൽ കാണാതായ VP ഹനീഫയുടെ മൃതദേഹവും തെരച്ചിലിടെ കണ്ടെത്തി. ഒഴുക്കിൽപ്പെട്ട സ്ഥലത്തിന് 100 മീറ്ററോളം അകലെ നിന്നാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ സംഘം മൃതദേഹം കണ്ടെടുത്തത്. പുഴയിൽ ഒഴുകി വന്ന തേങ്ങ പെറുക്കിയെടുക്കുന്നതിനിടെയാണ് ഹനീഫ ഒഴുക്കിൽപ്പെട്ടത്. ഹനീഫ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 3 ജനം, കണ്ണൂർ.